لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا لو كان حبك صادقا لأطعته إن المحب لمن يحب مطيع اتقوا الله عباد الله സ്നേഹാദരരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സ്രഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും അതുപോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പുരുഷന്മാർക്കുള്ള പേര് മുഹമ്മദ് എന്നാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾക്കുള്ള പേര് മുഹമ്മദ് എന്നാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിന്ന് തന്നെ ഈ മഹാൻ ജനങ്ങളിൽ എത്രമേൽ സ്വാധീനമുണ്ടാക്കി എന്നതിന്റെ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് സ്വാധീനമുണ്ടാക്കിയ ആളാണ്. നമ്മിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്വാധീനം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് നിർബന്ധമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഒരാൾക്ക് സ്വന്തം പിതാവിനേക്കാൾ, മക്കളെക്കാൾ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവുകയില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണമെന്നാണ്. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യവിശ്വാസികൾക്ക് സ്വന്തം ദേഹത്തെക്കാൾ അടുത്ത ആളാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔല നാസി ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ. ഇഹത്തിലും പരത്തിലും
ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുവിൻ. നിങ്ങൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യന്റെ ശരീരത്തെക്കാൾ ഏറ്റവും അടുത്ത ആളാണ് എന്നാണ്. അബ്ദുല്ലാഹി ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങള് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ഇരിക്കുകയായിരുന്നു. വഹുവ ആഖിദുൻ ബിയദി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിട്ടാണ് ഇരുന്നത്. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ല അൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി, എന്റെ ശരീരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നബിന്റെ കൈ പിടിച്ചപ്പോ നബിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ആ സമയത്ത് പറയാൻ, നിങ്ങളെ എന്റെ ശരീരം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടം നിങ്ങളെയാണ്. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, അല്ല, വല്ലദി നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിന്റെ ശരീരത്തെക്കാളും എന്നെ നീ ഇഷ്ടപ്പെടണം, നിന്റെ ശരീരത്തെക്കാളും എന്നെ നീ ഇഷ്ടപ്പെടണം. ഫഖാല ലഹു ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫഇന്നഹു അൽആൻ വല്ലാഹി ല അൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, എന്റെ ശരീരത്തെക്കാളും നബിയെ എനിക്ക് താങ്കളെയാണ് ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആൻ യാ ഉമർ, ഉമർ എപ്പോഴാണ് നിന്റെ ഈമാൻ ശരിയായത് എന്നാണ്. അപ്പോ നമ്മുടെ ശരീരത്തെക്കാളും നമുക്ക് ഇഷ്ടം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിരിക്കണം, എന്നാലേ വിശ്വാസിയാവുള്ളൂ. സ്വന്തം താല്പര്യങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താല്പര്യത്തിനാണ് മുൻഗണന. മുടിവെട്ടുമ്പോ നമ്മളെ ഇഷ്ടപ്രകാരമല്ല കെട്ടേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃകയിലുള്ള പോലെ മുടിവെട്ടണം. വസ്ത്രം ധരിക്കൽ നമ്മുടെ ഇച്ഛക്കനുസരിച്ചല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശം അതിൽ കൃത്യമായിട്ടുണ്ട്, അത് നാം പാലിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഹറാമും ഹലാലും നമ്മുടെ യുക്തിപ്രകാരം നമ്മുടെ ഇച്ഛക്കനുസരിച്ച് ഒരു കാര്യം ഹലാല് ഹറാമെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചെന്നു. നമസ്കാരത്തിന്റെ വിഷയം, ദഅവത്തിന്റെ വിഷയം, എല്ലാ കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ താല്പര്യത്തിന് മുൻഗണന കൊടുക്കുക എന്നതാണ്. നമ്മൾക്ക് ഇഷ്ടം എന്താ? സുബൈക്ക് കിടന്നുറങ്ങണം എന്നായിരിക്കാം. പക്ഷേ അതല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാതൃക നാം പിൻപറ്റേണ്ടതുണ്ട്. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, വല്ലാഹി മാ റഅയ്തു മിൻ ഖൗമിൻ ഖത്തു അശദ്ദു ഹുബ്ബൻ ലിസാഹിബിഹിൻ മിൻ അസ്ഹാബി മുഹമ്മദിൻ ലഹു. ഞാനൊരു സമുദായത്തെയും കണ്ടിട്ടില്ല, ഒരു സമുദായത്തെയും ഞാൻ കണ്ടിട്ടില്ല, മുഹമ്മദിന്റെ അനുയായികൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരു ജനതയും ഞാൻ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 വർഷത്തിലധികം കഴിഞ്ഞു. ഈ നാം എങ്ങനെ നബിനെ സ്നേഹിക്കേണ്ടത്? എങ്ങനെയായിരിക്കണം നാം നബിയെ സ്നേഹിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിനെ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടാണ്, പ്രാവർത്തികമാക്കിക്കൊണ്ടാണ്, ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ സ്വർഗത്തിൽ എന്നോടൊപ്പമായിരിക്കുമെന്നാണ്. ഒരാൾ പറയാൻ, എന്റെ ഉപ്പാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്, എന്നിട്ട് ഉപ്പ പറഞ്ഞതൊന്നും കേൾക്കൂല. ഉപ്പാന്റെ ജന്മദിനത്തിന്റെ അന്ന് ആളുകൾക്ക് മിഠായി കൊടുക്കുക, പാപ്പാനെ പറ്റി കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ ബുദ്ധിയുള്ള ആരെങ്കിലും പറയോ പാപ്പാൻ ഇഷ്ടമുള്ള ആളാണോന്ന്?
ഇല്ല, തീർന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം പറയല് പുണ്യമുള്ള കാര്യമാണ്. ഗുണവും ചരിത്രമൊക്കെ നമുക്ക് പറയാം, അതൊക്കെ പ്രവാചക സ്നേഹമാണ്. പക്ഷേ അതിരുവിടാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുറൂനി കമാ അത്റത്തിൻ നസറ ഇബ്നു മറിയം. നസ്രാനികൾ മറിയമിന്റെ പുത്രനെ ഈസ അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. ഫഇന്നമാ അന അബ്ദുഹു, ഞാൻ അല്ലാഹുവിന്റെ അടിമ മാത്രമാണ്. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമയും റസൂലുമാണ് എന്ന് എന്നെ പറ്റി പറയണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. അബ്ദാൻ, അല്ലാഹുവിന്റെ അടിമയാണ്. ഒരിക്കലും അല്ലാഹനെ പോലെ നബിനെ കാണാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ പല ആളുകളും എന്താ ചെയ്യാറ്? നബിയെ നിങ്ങൾ കാണുന്നില്ലേ, തങ്ങളെ നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹുവിന്റെ ആ ദർജയിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ നബിയോട് പ്രാർത്ഥിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ക്രൈസ്തവരെ പിൻപറ്റലാണ്. മാത്രമല്ല, റബീഉൽ അവ്വലായി കഴിഞ്ഞാൽ ധാരാളക്കണക്കിന് ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെ? ഇപ്പൊ ഈ ഇസ്ലാം മതം പൂർത്തീകരിച്ചു. അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ചത്. സൂറത്തുൽ മാഇദയിലായിട്ട് അല്ലാഹു തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് നിറവേറ്റി തരികയും ചെയ്തിരിക്കുന്നു. വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഈ ഇസ്ലാം മതത്തെ നിങ്ങൾക്ക് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മതമായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ മതം പൂർത്തീകരിച്ചു. ഇസ്ലാമിലെ ആരാധനകൾക്ക് നിന്നു. മൊബൈല് മാറും. ഇപ്പൊ നമ്മളെ കയ്യിലുള്ള മൊബൈൽ ആവില്ല. ഇനിയുള്ള കാലത്ത്, കുറച്ചു കാലം മുമ്പുള്ള മൊബൈല് ഇന്നത്തെ മാതിരി ഫോട്ടോ എടുക്കാനൊന്നും കഴിഞ്ഞിരുന്നില്ല, വീഡിയോ ഒന്നും കാണാൻ പറ്റൂല. പക്ഷെ മതം അന്നുള്ള സുബഹി ഇന്നും സുബഹിയ, അന്നുള്ള റമദാൻ മാസം ഇന്നും റമദാൻ മാസ, അന്നുള്ള നോമ്പ് ഇന്നും നോമ്പാ. പക്ഷേ മതത്തിൽ നമുക്ക് എന്തില്ല, ഒന്ന് കൂട്ടാനോ കുറക്കാനോ നമുക്ക് അവകാശമില്ല. നമുക്ക് നബിന്റെ കാലത്ത് ഇങ്ങനത്തെ കാറുണ്ടോ, നബിന്റെ കാലത്ത് നബിദിനുണ്ടോ എന്ന് വെച്ചാൽ ആളുകൾ ചോദിക്കും. നബിന്റെ കാലത്ത് ഇന്ന് കാണുന്ന പോലെ കാറുണ്ടോ, മൊബൈൽ ഉണ്ടോ, കമ്പ്യൂട്ടർ ഉണ്ടോ, സമ്മേളനം ഉണ്ടോ, പള്ളിയിൽ ഇതുപോലെ പായ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? ആളുകൾ ചോദിച്ചാൽ അതൊന്നും നബിന്റെ കാലത്തില്ലല്ലോ. പക്ഷെ എന്താണ്, അത് മതത്തിന്റെ കാര്യമല്ല. ഇപ്പൊ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരുമ്പോ ബൈക്കിൽ വന്നാൽ ഒരു കൂലി, ബസ്സിന് വന്ന വേറൊരു കൂലി, സ്കൂട്ടറിന് വന്ന വേറൊരു കൂലി, അല്ലെങ്കിൽ നല്ല വിലപിടിപ്പുള്ള കാറിൽ വന്ന വേറെ കൂലി നമുക്കുണ്ടോ? ഇല്ല. അത് അനുവദനീയമായ കാര്യമാണ്. അത് മതത്തിൽപ്പെട്ടതല്ല. നമ്മുടെ വീടിന് ചുവന്ന കളർ പെയിന്റ് അടിക്കേണ്ടത്, പച്ച അടിക്കേണ്ടത്, മഞ്ഞ അടിക്കേണ്ടതൊക്കെ നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ വീട്ടിൽ ടൈലിടുമ്പോ ടൈലാ വേണ്ടത്, മാർബിളാ വേണ്ടത്, കാവ്യ കൊടുക്കേണ്ടത് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ സുബ്ഹുള്ള 2 റക്അത്ത് അത് 4 റക്അത്താക്കാൻ നമ്മളെ കൊണ്ട് അവകാശമില്ല. അത് മതമാണ്. മതത്തിന്റെ വിഷയത്തിൽ ഒരു കാര്യം കൂട്ടിച്ചേർക്കാൻ നമുക്ക് അവകാശമില്ല. പുണ്യമാകുന്ന എല്ലാ കാര്യവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രാവിലെ എണീക്കുമ്പോൾ പ്രാർത്ഥന ഉണ്ട്. എണീറ്റ് കഴിഞ്ഞാൽ ഏത് കാല് വെച്ചിട്ടാ ബാത്റൂമിൽ കയറേണ്ടതെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങോട്ട് കയറുമ്പോഴുള്ള പ്രാർത്ഥന, ബാത്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന, ഉളു ഉണ്ടാക്കുമ്പോഴുള്ള പ്രാർത്ഥന, എല്ലാം പഠിപ്പിച്ചു തന്നു. പഠിപ്പിക്കാത്ത ഒന്നുമില്ല. രാവിലത്തെ പ്രാർത്ഥന, അദ്കാർ സബാഹ് ഉണ്ട്, അദ്കാറുൽ മസാഹ് ഉണ്ട്, ഒക്കെ ഉണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമാണ് അവസാനം, ഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും ഇലൽ ജന്ന വഖദ് അമർതു ബിഹി, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പോകാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ട്. വലൈസ ശൈഉൻ യുഖർരിബുകും ഇലൻ നാരി ഇല്ലാ ഖദ് നഹൈതു അൻഹു, നിങ്ങളെ നരകത്തിൽ നിന്ന് തടയുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു. സ്വർഗത്തേക്ക് പോകാനുള്ള എല്ലാ കാര്യവും നബി പഠിപ്പിച്ചു തന്നു. നമ്മൾ നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അപ്പൊ ഈ മതം പഠിപ്പിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്.
അള്ളാഹുവിന് ഇഷ്ടമുള്ളത് ഏതാണ്, ഇഷ്ടമില്ലാത്തത് ഏതാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് സാധ്യമല്ല. അത് വ്യക്തമാക്കി തരാനാണ് പ്രവാചകന്മാർ ഇങ്ങോട്ട് വന്നത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഇമാം ദാരുൽ ഹിജ്റ. ഇമാം ദാരുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, ഒരാള് മതത്തിൽ ഒരു പുതിയ കാര്യം ഉണ്ടാക്കി, എന്നിട്ട് അയാൾക്ക് തോന്നുന്ന നല്ലൊരു കാര്യമാണ്, ആൾക്കാർക്ക് ചോറ് കൊടുക്കലല്ലേ, ആളുകൾക്ക് ഇറച്ചി കൊടുക്കലല്ലേ, ഒരു പുതിയൊരു സംരംഭം ഉണ്ടാക്കിയിട്ട് അയാൾക്ക് പറയണത് ഇതൊരു നല്ല കാര്യല്ലേ എന്ന് പറഞ്ഞാൽ, മതത്തിലൊരു പുതിയൊരു കാര്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ വാദിച്ചിരിക്കുന്നു അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്ന് അവൻ വാദിച്ചിരിക്കുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വർഗത്തേക്ക് പോകാനുള്ള മുഴുവൻ കാര്യങ്ങൾക്ക് പഠിപ്പിച്ചെന്നു, നരകത്തിൽ നിങ്ങൾ അകറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ഇവനൊരു പുതിയ കാര്യം ഉണ്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ ഇവൻ എന്താ അവന്റെ വാദം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. لأن الله يقول, അല്ലാഹു തആല പറയുന്നു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ മതം ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. ഫമാ ലം യകുൻ യൗമഇദിൻ ദീന, നബിന്റെ കാലത്ത് ദീനല്ലാത്തൊരു സാധനം ഫലാ യകൂനുൽ യൗമ ദീന, ഇന്ന് ദീനാവാൻ പറ്റൂല. അന്നുള്ള ദീന അന്നത്തെ ദീന, അന്നത്തെ ദീനാണ് ഇന്നത്തെ ദീന്. അതുകൊണ്ട് മതത്തിൽ നമുക്ക് ഒരിക്കലും പുതുതായി കൂട്ടിക്കലർത്താൻ സാധ്യമല്ല, പാടില്ല എന്നാണ് ഇമാം സഖാവി അദ്ദേഹം പറയുകയാണ്, ഇന്ന അമലൽ മൗലിദി ഹദസുൻ ബഅദ ഖുറൂനി സലാസ, ഈ മൗലിദാഘോഷത്തിന്റെ അമല്, ഈ മൗലിദാഘോഷം അത് പുതിയതായി ഉണ്ടായതാണ്, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതാണ്. 3 നൂറ്റാണ്ട് എന്ന് പറയുന്നത് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, ഏറ്റവും ഉത്തമ സമുദായം സഹാബത്താണ്. സഹാബത്തിനെ കണ്ട ആൾക്കാരാണ് താബിഈകൾ, താബിഈങ്ങളെ കണ്ട ആളുകളാണ് താബിഈ അത്ബാഇകൾ. ഈ 3 കൂട്ടരാണ് ഏറ്റവും ഉത്തമ നൂറ്റാണ്ട്. ഈ ഉത്തമ നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ആചാരം ഉണ്ടായത് എന്ന് പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്ന യാനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് 3-ാം വാള്യം 348-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് എഴുതിയ ആളുടെ പേരാണ് സയ്യിദ് ബഖരി എന്നാണ്, അദ്ദേഹം എഴുതിയതാണ്. മാത്രല്ല അതിൽ തന്നെ പറയുന്നുണ്ട്, രാജാക്കന്മാരാണ് ആദ്യമായിട്ട് ഇത് മതത്തിലുണ്ടാക്കിയതെന്നാണ്. അബൂ സഊദി എന്നറിയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മുളഫർ രാജാവ്, അദ്ദേഹമാണ് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചത് എന്നാണ്. അദ്ദേഹം ഇർബൽ രാജ്യത്തിന്റെ അധിപനായിരുന്നു. അന്ന് അക്കാലഘട്ടത്തില് ഹാഫിള് ഇബ്നു ദഹിയ്യത്ത് എന്ന പേരുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ഗ്രന്ഥം രചിച്ചു, തൻവീർ ഫി മൗലിദിൽ ബശീരി വന്നദീർ എന്ന് പറയുന്ന, തൻവീർ ഫി മൗലിദിൽ ബശീരി നദീർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം. അതിനർത്ഥം മൗലുദാണ്. ആ മൗലുദ് ഈ മുളഫർ രാജാവിന് കൊടുത്തു. അങ്ങനെ 1000 ദീനാർ അയാൾക്ക് സമ്മാനമായി കൊടുത്തു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ യാനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 3-ാം വാള്യം 365, 366 പേജുകൾ ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തൊന്നില്ല ഇങ്ങനെയുള്ളൊരു ആഘോഷമില്ല. അതൊരു മതത്തിലൊരു പുതിയൊരു കാര്യം കൂട്ടിക്കലർത്താൻ നമുക്ക് അവകാശമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശക്തമായ താക്കീതാണത്. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് നബിദിനത്തെ പറ്റി ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താരോ, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, ഈ മൗലിദിന്റെ അടിസ്ഥാനം തന്നെ ബിദ്അത്താണ്. ലം തുൻഖൽ അൻ അഹദിൻ മിന അസ്സലഫി സ്വാലിഹി മിനൽ ഖുറൂനി സലാസ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം, അതിന്റെ കാലശേഷം ആ 3 നൂറ്റാണ്ടിൽ, ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഒന്നും തന്നെ ഒരു സലഫ് സ്വാലിഹീങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള റിപ്പോർട്ട് വന്നിട്ടില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് എന്തില്ല, ഇത്തരത്തിലുള്ള ആഘോഷമില്ല. ലതത്തബഉന്ന സനന മൻ കാന ഖബ്ലകും ശിബ്റൻ ശിബ്റാ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലൂ ഹുജറ റബ്ബിൻ തബിഅതുമൂഹും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ത്,
നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ പാത, അഥവാ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും പാത ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ എന്നാലും അതിന്റെ ഒപ്പം കൂടുന്നു. അപ്പൊ സഹാബത്ത് ചോദിക്കാണ്, യാ റസൂലല്ലാഹ്, അൽ യഹൂദു വൻ നസാറ, നിങ്ങൾ പറഞ്ഞത് യഹൂദികളും നസ്രാനികളും പിൻപറ്റുമെന്നാണോ? ഫമൻ, പിന്നെ ആരാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടില് അതുപോലെ തന്നെ ഉണ്ണി യേശുവിനെ പോലെ ഉണ്ണി മുഹമ്മദിനെ ഉണ്ടാക്കുന്ന ആളുകൾ, ക്രിസ്മസ് കേക്ക് പോലെ മൗലിദ് കേക്ക് ഉണ്ടാക്കുന്ന ആളുകൾ, അതുപോലെ മീലാദ് കേക്ക് എന്ന് പറഞ്ഞ്, അതുപോലെ പുൽക്കൂടിന്റെ രൂപത്തിൽ വർണ്ണദീപങ്ങള് തെളിയിച്ചുകൊണ്ട് വർണ്ണലൈറ്റുകൾ ഒക്കെ നമുക്കതൊക്കെ കാണാൻ പറ്റുന്ന സംഗതിയാണ്. അങ്ങനെ ക്രൈസ്തവരെ പോലെ തന്നെ അതിനെ ചാണായും മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനൊക്കെ ചെയ്താൽ എന്താ നഷ്ടം എന്നറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു കാര്യം കൊണ്ടുവന്നാൽ ഹൗദുൽ കൗസറിന്റെ അടയിൽ നിന്ന് അവർക്ക് മറയിടുന്ന ഹൗദുൽ കൗസർ, ഹൗദുൽ കൗസറിന്റെ കാര്യം നമുക്കറിയാം. ഹൗദുൽ കൗസറിൽ നിന്ന് തടയിടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഫഅഖൂലു, അപ്പൊ ഞാൻ പറയും, ഇന്നഹും ഉമ്മത്തി, അതെന്റെ ഉമ്മത്താണ്. ഫയുഖാൽ, അവിടുന്ന് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹദസു ബഅദക, നിന്റെ കാലശേഷം അവർ പുതുതായി ഉണ്ടാക്കിയവരാണ്. ഫഅഖൂലു, ഞാൻ പറയും, സുഹഖൻ സുഹഖാ, ദൂരത്തേക്ക് പോകൂ, ദൂരത്തേക്ക് പോകൂ. ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം ഈ മതത്തെ വക്രീകരിച്ചവർ, ഈ മതത്തിനെ മാറ്റം വരുത്തിയ ആളുകൾ എന്നാണ് അവരോട് ആട്ടുന്ന. അപ്പൊ അതുകൊണ്ട് നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് ഇസ്ലാമിനൊരു പുതിയ കാര്യം കൊണ്ടുവരാൻ പാടില്ല എന്നാണ്. ഇനി ഒരാൾ പുതിയതായി ഉണ്ടാക്കി എന്താ ചെയ്യേണ്ടത്? മതത്തിൽ ഒരാളൊരു പുതിയ കാര്യം കൊണ്ടുവന്നു, എന്താ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ, മതത്തിന്റെ വിഷയത്തിൽ ആരെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കിയാൽ അത് തള്ളണമെന്നാണ്. വീടുണ്ടാക്കൽ മതമല്ല. ഇബാദത്തിന്റെ വിഷയം, പുണ്യകർമ്മമാകുന്ന ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ആരെങ്കിലും പുതുതായി കൊണ്ടുവന്നാൽ അതിനെ തള്ളണമെന്നാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, മൻ അമില, ആരെങ്കിലും പ്രവർത്തിച്ചാൽ, അമലൻ, ഒരു പ്രവർത്തനം, ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയിലില്ലാത്ത, മതത്തിന്റെ വിഷയത്തിൽ നമ്മുടെ കൽപ്പനയിലില്ലാത്ത എന്തെങ്കിലും പ്രവർത്തനം ആരെങ്കിലും ചെയ്താൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്നാണ്. തീർന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടില് നബിദിനം ആഘോഷിക്കുന്ന ആൾക്കാരെ എഴുതി വെച്ചിരിക്കുകയാണ്, എന്താ അറിയോ? നബിദിനം എന്നത് മുസ്ലിങ്ങൾക്ക് പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ്. അപ്പൊ അത് ഒരു നുണയാണ്. കാരണം എന്താ? പെരുന്നാളിനെ സംബന്ധിച്ച് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ എന്തുണ്ട്? ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ട്. ബാബുൽ ഈദ്, ബാബുൽ ഈദൈനി, 2 പെരുന്നാളുകൾ. മാത്രല്ല, വലിയ പെരുന്നാളിന് പോകുമ്പോ ഒന്നും തിന്നാതെ പോകണം. ചെറിയ പെരുന്നാളിന് പോകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു പോകണം. ഒരു വഴികളിലൂടെ പോകണം. തിരിച്ചു വരുമ്പോ വേറെ വഴിയിലൂടെ വരണം. പുതിയ നല്ല ഡ്രസ് ഇട്ട് പോകണം. ഇതൊക്കെ ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട്. നബിദിനത്തെ പറ്റി എന്തെങ്കിലും ഹദീസിന്റെ ഗ്രന്ഥത്തിലോ ഫിഖഹിന്റെ ഗ്രന്ഥത്തിലോ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പുതുതായി ഉണ്ടാക്കിയൊരു സംഗതിയാണ്. മാത്രല്ല, നമ്മുടെ നാട്ടിലൊക്കെ പല പള്ളികളിലും നബാത്തി ഖുതുബ പറച്ചിൽ. അതിലെന്താ? നബിന്റെ വഫാത്തിനെ കുറിച്ചിട്ടാണ് ഖുതുബ പോലും. ഇവിടെ നബിദിനം ആഘോഷിക്കുന്ന ആളുകള് ഖുതുബ നിർവഹിക്കുന്ന നബാത്തി ഖുതുബയില് അതിലടക്കമുള്ള വിഷയം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിനെ സംബന്ധിച്ചാണ്. നമ്മുടെ മുൻഗാമികൾ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഈത്ത് ബാരിങ്ങൾ, ഇവർക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു ആഘോഷത്തിന് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു 2.5 വർഷക്കാലം ഭരണം നടത്തി. ഉമർ റളിയല്ലാഹു അൻഹു 10.5 വർഷക്കാലം ഭരണം നടത്തി. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 12 വർഷക്കാലം ഭരണം നടത്തി. അലി റളിയല്ലാഹു അൻഹു 6.5 വർഷക്കാലം ഭരണം നടത്തി. ഇവരാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിച്ചിട്ടില്ല. മാത്രമല്ല, അന്നത്തെ ദിവസത്തെ പറ്റി എന്തെങ്കിലും പറയുകയോ ഒരു ഈത്തപ്പഴം എന്തെങ്കിലും ഒന്ന് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി ആഘോഷിക്കാമായിരുന്നു. പക്ഷേ സഹാബത്തിനൊന്നും അത് പരിചയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണശേഷം ആയിഷ റളിയല്ലാഹു അൻഹ 48 വർഷക്കാലം ജീവിച്ചു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഉമ്മു സലമ റളിയല്ലാഹു അൻഹ 55 വർഷം ജീവിച്ചു. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ 34 വർഷം ജീവിച്ചു. ഹഫ്സ റളിയല്ലാഹു അൻഹ 35 വർഷക്കാലം ജീവിച്ചു. ഇവരാരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനം ആഘോഷിച്ചതായിട്ട് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല. അൽ-അഇമ്മത്തുൽ അർബഅ, മദ്ഹബിലെ 4 ഇമാമിങ്ങൾ, ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇവർക്കാർക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനമോ അന്നൊരു പ്രത്യേകമായ കർമ്മങ്ങളോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ചില ആൾക്കാർ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നബിന്റെ ജന്മദിനം നബി എങ്ങനെ ആഘോഷിക്കുക? അങ്ങനെ ആഘോഷിച്ചാല് അതൊരു അഹങ്കാരല്ലേ? നബിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അഹങ്കാരല്ലേ? ഒരിക്കലും അല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പുണ്യമാക്കുന്ന എല്ലാ കാര്യം പഠിപ്പിച്ചു. എല്ലാ കാര്യവും നമുക്ക് പുണ്യം കിട്ടാൻ പറ്റുന്ന എല്ലാ കാര്യം പഠിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായിട്ട് 40-ാമത്തെ വയസ്സിലാണ് പ്രവാചകത്വം കിട്ടുന്നത്. അതിനുശേഷം 23 വർഷക്കാലം ജീവിച്ചു. സഹാബത്തെ, ഇന്നെന്റെ ജന്മദിനമാണ്, അതുകൊണ്ട് ഇതാ നിങ്ങൾക്കിത് മിഠായി എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ എന്തെങ്കിലും ഒന്നും കൊടുത്തതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. എന്തെങ്കിലും ഒരു പുണ്യകർമ്മോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടലോ മദ്ഹ് പാടലോ ഒന്നും തന്നെ ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധ്യമല്ല. മഴ പെയ്യുമ്പോൾ പ്രാർത്ഥനയുണ്ട്, ഇടിമിന്നലിന്റെ സമയത്ത് പ്രാർത്ഥനയുണ്ട്, മഴ കൂടിയാൽ പ്രാർത്ഥനയുണ്ട്. എല്ലാ വിഷയവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ബിദ്അത്ത് നമ്മൾ എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബിന്റെ കാലത്ത് കാറില്ല, നമ്മളിപ്പോ ജീവിക്കുന്ന കാലത്ത് കാറുണ്ട്, നബിന്റെ കാലത്ത് ചായ ഇല്ല, ഇപ്പൊ ചായ ഉണ്ട് എന്നുള്ളതാണോ? അല്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ വൽ ബിദ്അത്ത്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അൽ ഹദസു, പുതുതായി ഉണ്ടാകുന്നതാണ്. എവിടെ? ഫിദ്ദീൻ, മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. ബഅദൽ ഇക്മാൽ, മതം പൂർത്തീകരിച്ചതിന് ശേഷം. ഇത് അൽ-ബാഹിസ് ഫഅലാ ഇൻകാറിൽ ബിദ്അ വൽ ഹവാദിസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. ഇമാം നവവി, 2ാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ അബൂ ശാമ അദ്ദേഹം വിവരിക്കുകയാണ്, ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ദീനില് പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. അതല്ലാതെ ദുന്യാവില് എന്തെങ്കിലും കാര്യം പുതിയത് ഉണ്ടാവണം, പുതിയ കണ്ടുപിടുത്തത്തിനല്ല ബിദ്അത്ത് എന്ന് പറയാ. ഇസ്ലാം മതത്തിൽ പുതുതായി ഉണ്ടാകുന്ന കാര്യമാണ്. വഹിയ, അതെന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? മാലൻ യകുൻ ഫി അസ്രിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ വിശ്വാസപരവും കർമ്മപരമായിട്ടില്ലാത്ത കാര്യങ്ങള്, ഔ അഖറ അലൈഹി, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസപരവും കർമ്മപരമായിട്ട് അംഗീകരിച്ചു കൊടുക്കാത്തതുമായ കാര്യത്തിനാണ് ബിദ്അത്ത് എന്ന് പറയുക. അതുകൊണ്ട് ബിദ്അത്തിനെ നമ്മൾ സൂക്ഷിക്കണം, യഥാർത്ഥ ഇസ്ലാമിനെ നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു തആല പറയുകയാണ്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ, നബിയെ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ പിൻപറ്റണം. അങ്ങനെ എന്നെ നിങ്ങൾ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ്, അല്ലാഹു തആല നിങ്ങളെ ഇഷ്ടപ്പെടും. അല്ലാഹ് നമ്മളെ ഇഷ്ടപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന്. തീർന്നില്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അവൻ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അല്ലാഹു തആല എല്ലാം അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് പ്രവാചക സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന മനുഷ്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ടാണ് നബിയെ നമ്മൾ സ്നേഹിക്കേണ്ടത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അസ്സുന്നത്തു സഫീനത്തു നൂഹ്,
സുന്നത്ത് എന്ന് പറഞ്ഞാൽ നൂഹ് നബിന്റെ കപ്പലാണ്. മൻ റക്കിബഹാ നജ, ആരെങ്കിലും ആ സുന്നത്താകുന്ന കപ്പലിൽ കയറിയാൽ അവൻ രക്ഷപ്പെട്ടു. വമൻ തഖല്ലഫ അൻഹാ, ആ കപ്പൽ കയറാതെ, സുന്നത്താകുന്ന കപ്പലിൽ കയറാതെ ആരെങ്കിലും വിമുഖത കാണിച്ചാൽ ഗരിഖ, അവൻ മുങ്ങി മരിക്കുമെന്നാണ്. അല്ലാമ താജുദ്ദീൻ അൽ ഫാക്കിഹാനി ഹിജ്റ 734 മരണപ്പെട്ട താജുദ്ദീൻ അൽ ഫാക്കിഹാനി പറയുകയാണ്, ലാ അഅലമു, എനിക്കറിയുകയില്ല, ലിഹാദൽ മൗലിദ്, ഈ മൗലിദിന് എന്ത് അസ്ലൻ, ഒരു അടിസ്ഥാനമുള്ളതായിട്ട് എനിക്കറിയില്ല. എവിടെ? ഫീ കിതാബിൻ വലാ സുന്ന, ഖുർആനിലും സുന്നത്തിലൊന്നും ഒരു അടിസ്ഥാനം ഞാൻ കാണുന്നില്ല. വലാ യുഖലു അമലുഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ, പൂർവിക പണ്ഡിതന്മാരിൽ നിന്ന് അഥവാ നമ്മുടെ ഉമ്മത്തിലെ പണ്ഡിതന്മാരിൽ നിന്നൊന്നും ഒരു അമലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങനെയുള്ള ഉലമാക്കൾ? അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ, മതത്തില് മാതൃകായോഗ്യരായ ആളുകൾ. അൽ മുതമസ്സികൂന ബി ആസാരിൽ മുതഖദ്ദിമീൻ, മുൻഗാമികളുടെ തെളിവുകളെ മുറുകെ പിടിക്കുന്ന ആളുകൾ. അങ്ങനെയുള്ള സച്ചരിതരായ ആളുകളിൽ നിന്നൊന്നും ഈ മൗലിദിന്റെ കാര്യത്തിൽ അടിസ്ഥാനമോ അല്ലെങ്കിൽ പ്രത്യേകമായ അമലോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ബൽ, മാത്രമല്ല, ഹുവ ബിദ്അത്തുൻ, അത് ബിദ്അത്താണ്. അഹദസഹ, അത് പുതുതായി ഉണ്ടാക്കിയതാണ്. ആരുണ്ടാക്കിയത്? അൽ ബത്താലൂൻ, തൊഴിലില്ലാത്ത ആളുകൾ, വെറുതെ നടക്കുന്ന ആൾക്കാർക്ക് അറബിയിൽ ബത്താലൂൻ എന്ന് പറയാം. ജോലിയില്ലാതെ നടക്കുന്ന ആൾക്കാര് ബത്താലു എന്ന് പറയും. ബത്താലാണ് അത് പുതുതായി ഉണ്ടാക്കിയത്, തൊഴിലില്ലാത്ത ആളുകളാണ്. വശഹവതു നഫ്സിൻ, ഇച്ഛയെ ഇഷ്ടപ്പെടുന്ന ആളുകളുമാണ്. ഈ അഅ്തനാബിഹല്ലക്കാലൂൻ, തീറ്റപ്രിയരായ ആളുകളാണ് അതിനെ കെയർ ചെയ്തത്, അതിനെങ്ങനെ സംരക്ഷിച്ചു പോകുന്നത് തീറ്റപ്രിയരായ ആളുകളാണ് എന്ന് അൽ മൗലിദ് ഫി അമലിൽ മൗലിദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, ഫാക്കിഹാനിയുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാനിപ്പോ ഈ ഗ്രന്ഥങ്ങളുടെ പേര് പറയാൻ കാരണം ഇതിന്റെ ഒക്കെ PDF നമുക്ക് അവൈലബിൾ ആണ്, ഒക്കെ ഒന്ന് കിട്ടും. പണ്ടത്തെ കാലത്തൊക്കെ ഉസ്താദുമാരുടെ കയ്യിൽ മാത്രമേ പുസ്തകം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തില് നമുക്ക് എല്ലാ ഗ്രന്ഥങ്ങളും സുലഭമാണ്. ഭാഷാപരമായിട്ടൊക്കെ നമ്മൾ പഠിക്കണം, അറബി പഠിക്കണം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ യഥാർത്ഥത്തിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കണം. പക്ഷേ ആ സ്നേഹിക്കല് റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ടല്ല, ആൾക്കാരെ ശല്യം ചെയ്തുകൊണ്ടല്ല, മറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളൊരു ഭാഗത്ത് സ്വർഗത്തിലേക്കും മറ്റൊരു ഭാഗത്ത് നരകത്തിലേക്കും പറഞ്ഞയക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും സ്വർഗ്ഗവിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിലെയും മരണത്തിലെയും പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. അർശിന്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജോലിയിൽ, സമ്പത്തില്, എല്ലാ വിഷയത്തിലും നീ ബറക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അള്ളാഹു നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. അള്ളാഹുവേ, പെട്ടെന്നുള്ള അപകട മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെല്ലാവരും നീ കാത്തു രക്ഷിക്കണമേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാനും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ ജർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداء الدين. اللهم اصلح أحوال المسلمين في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.